പറയാനെങ്കിലും എന്ത് പറയാ പറയാൻ പറ്റുള്ള ചെയ്യേണ്ടി വരുന്ന കുറെ കാര്യങ്ങൾ. ശരിയായി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്താണ് പറയാതിരുന്നത്? മറന്നുപോയി, പറഞ്ഞു. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ദ കേൾ ലൈഫ് സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ. കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹെയർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റിവ്യൂവിനെ കുറിച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല. ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സന്തോഷങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം. അതും എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവില്ലേ, അതിൻ്റെ പുറകെ എടുത്തിരിക്കുന്ന ഒരു ചാനൽ. ഈ ഒരു ഫാമിലിയിലേക്ക് കുറേ പേരെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. വഴിയേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറേ അധികം വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. 5-6 ദിവസമായിട്ട് 5-6 ദിവസമല്ല, മാർച്ച് 2-ാം തീയതി ചെറുതായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കയറുന്നതിൻ്റെ, ഞങ്ങളുടെ വീട് റെന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ചു കയറുന്നതിൻ്റെ കുറേ അധികം പൊടിപടലങ്ങളൊക്കെ അടിച്ച് കുറേ അധികം ദിവസമായിട്ട്, ഇന്നിപ്പോൾ എത്ര തീയതി? ഇന്ന് 15th അല്ലേ? ഇന്ന് 15-ാം തീയതി. ചുമ മാറുന്നില്ല, നല്ല കഫുണ്ട്, മാറുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ മേടിച്ചു. ആവി പിടിച്ച് ഉരുകിയതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്. ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ. വയ്യാണ്ടായി. പക്ഷെ എന്നാലും ഇന്ന് ഞങ്ങൾക്ക് വർക്ക് കഴിയുന്നത് 3 മണിക്കായിരുന്നു. 3 o'clock കഴിഞ്ഞ് സൗത്തിലാണ് ഞങ്ങൾ. എന്നാലും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഐ ആം ജസ്റ്റ് വെൽക്കമിങ് ഓൾ ഓഫ് യു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ദ കേൾ സ്റ്റോറീസ്. എൻ്റെ പേര് ഷഹന പ്രജീഷ്. ആലുവയാണ് സ്ഥലം. ഞാനിവിടെ GB എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുകയാണ്. വിസ സ്റ്റാഫാണ്. GB എഡ്യൂക്കേഷൻ MG റോഡ്. സോ എബ്രോഡ് സ്റ്റഡീസ് പോകുന്ന കുട്ടികൾക്ക് അത്യാവശ്യം അറിയായിരിക്കും, എന്നെ അറിയായിരിക്കും. ജർമ്മനി പോകുന്ന കുട്ടികളാണെങ്കിൽ കേട്ടോ, അത്യാവശ്യം ഒരു 89 കുട്ടികളെ ജർമ്മനിയിൽ എത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അവരായിട്ട് കണക്ഷൻ ഉണ്ട്, സപ്പോർട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം സപ്പോർട്ടുണ്ട്. സോ അതുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വർക്ക് കഴിയുന്നത് 3 മണിക്കായിരുന്നു. 3 മണിക്ക് വർക്ക് കഴിഞ്ഞു. വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ DH വന്നു, ദർബാർ ഹാളിൽ വന്നു. ഇൻട്രോ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ചധികം വീഡിയോസ് ഇങ്ങനെ ജസ്റ്റ് ബാക്കിൻ്റെ എഡിറ്റിങ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവളും പാർവതിയും അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വഴിയെ ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അത്രയേ ഉള്ളൂ ഗൈസ്, വേറെ അധികമൊന്നും പറയാനില്ല. വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ്, ഒരു ബേബി. ഇവിടെ നിന്ന് മെട്രോയ്ക്ക് പോകുന്നു ആൻഡ് വരുന്നു. ഇതാണ് ഞങ്ങളുടെ ലൈഫ്, ഇതാണ് എൻ്റെ ലൈഫ്. പിന്നെ ഇതിനിടയിൽ വീക്കെൻഡ് എവിടെയെങ്കിലുമൊക്കെ പോകും, എക്സ്പ്ലോർ ചെയ്യും. കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്. മീൻസ് അത്രയും വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല, കൊക്കിലൊതുങ്ങുന്നത് കൊത്തുന്നു എന്നുള്ള രീതിക്ക് ട്രിപ്പൊക്കെ പോകുന്നു. അറ്റ് പ്രസൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മളുടെ ദൈവം നമുക്ക് തരുന്ന നാച്ചുറലി ഉള്ള കുറേ കാര്യങ്ങളെ ഒന്നുകൂടി പറ്റുന്ന രീതിക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു ലുക്കിലേക്ക് നമ്മൾ വരിക അല്ലേ. സോ പണ്ട് ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 ടൈംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഇന്നത്തെ എൻ്റെ ഈ ഒരു കേളി ഹെയർ, ബൗൺസി ഹെയർ, അതിലെനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, ലിങ്ക് ആഡ് ചെയ്തേക്കാം. ആർക്കും അറിയാത്ത പ്രൊഡക്റ്റൊന്നും അല്ല, ആർക്കും അറിയാത്ത ഇതൊന്നും അല്ല. കേളപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഹെയർ ക്രീം ആൻഡ് ജെല്ലി,
അതാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് കേളി ഹെയർ ആണ്. അപ്പം അതിനെ ഒന്നുകൂടി നമ്മൾക്ക് മീൻസ് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് കാറ്റും കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും വൃത്തികേടാവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അതിൻ്റെ സപ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം എൻ്റെ അറിവിൽ 10-ാം തീയതി മാർച്ച് 10-നാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. മാർച്ച് 10-ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഞങ്ങൾ മണപ്പുറത്ത് പോയതിൻ്റെ ഒരു വീഡിയോ. അവിടെ ഒരു ചേട്ടൻ നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ ഡാൻസിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ വേണം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സ്വന്തം വീട്ടിലൊരു കുട്ടിയെ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ കുട്ടി എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത് പോലെ എന്നെയും കൂടി ഏറ്റെടുത്തേക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെയും കൂടി ഏറ്റെടുത്തേക്കുക. സോ എന്നെ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വരുന്ന കുറേ വീഡിയോസിൽ കുറച്ചധികം നമുക്ക് പരിചയപ്പെടാം, ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടാം, നമ്മളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. എടോ ചളി ഉണ്ടാകും, ബോറിംഗ് ആയിരിക്കും. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മളിതൊക്കെ പൊരുത്തപ്പെട്ടേക്കാം. പുറത്തില്ലേലും ഇങ്ങനെയൊക്കെ പോവുക. ബാക്കിയുള്ളവരൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനി എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇനി എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടേ പറ്റൂ എന്ന് കരുതി തുടങ്ങിയിരിക്കുന്നതാണ്. മാക്സിമം നമ്മൾ എന്താ പറയുക, അധികം ഡിലേ ഒന്നും ഇല്ലാതെ കുറേ വീഡിയോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലും എനിക്ക് അത്യാവശ്യം ഒരു പഴയ ഫ്രണ്ട്സ്, പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് റിപ്ലൈ വന്ന എൻ്റെ ഹസ്ബൻഡിനും അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും, ബാക്കിയൊക്കെ നമുക്ക് എൻ്റെ അടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നത് അവനാണ്. സോ താങ്ക് യു മിസ്റ്റർ പ്രജീഷനം. ആൻഡ് ഞാൻ എൻ്റെ മോളെ ഇന്നലെ, എനിക്കൊരു ബേബിയുണ്ട്, അപ്പോൾ അവളെ ഇന്നലെ ചാനലിനെയും പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഇന്നലെ ഈവനിങ് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത്, ക്ലാസ് കഴിഞ്ഞിട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോയായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ദേവു അമ്മ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാനലിന്റെ നെയിം വന്നിട്ട് ദ ഗേൾ സ്റ്റോറീസ് എന്നാണ്. 4 വയസ്സുള്ള ആ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ഞാൻ പെട്ട പാട്. പക്ഷെ അവള് നന്നായിട്ട് പറഞ്ഞിട്ടോ. ദ ഗേൾ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുമ്പോ അവള് ദ ഗേൾ സ്റ്റോറി, ദ ഗേള് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വെച്ച് ഒതുക്കുമായിരുന്നു. പക്ഷെ അവള് പറഞ്ഞു, ലാസ്റ്റ് അവള് പറഞ്ഞു അതാണ് എന്റെ സക്സസ്. സോ അവർ രണ്ടുപേരും പോസിറ്റീവായിട്ടൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ക്യാമറമാനായ പാർവതി GB യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത, ഇതിന്റെ കവർ പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് വെറും ടൈമിലൊന്നും അല്ല, 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് എനിക്ക് വാട്സപ്പിൽ, അതായത് ഡേ ടൈമിലല്ല കേട്ടോ, ഏർലി മോർണിംഗ് ടൈമിൽ ഞാൻ രാത്രി 10 മണിക്ക് അയക്കേക്കണേ, എടി എന്തായി, കിട്ടിയോ, സാധനം വന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചാലും കറക്റ്റ് ഞാൻ ഇപ്പോൾ ഉറങ്ങി എൻ്റെ 2 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിലായിരിക്കും ഇവളെനിക്ക് ഇത് അയച്ചു തരണത്. കുട്ടാ വയ്യായിരുന്നടാ, തീരെ വയ്യായിരുന്നടാ, ഞാൻ ഇപ്പം ചെയ്തിട്ട് അയക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു 5-8 വീഡിയോസ്, ഫോട്ടോസ് ഇതൊക്കെ വരും. സോ ഫസ്റ്റ് അവളോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നന്ദി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, നന്ദി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കടന്നു പോകാനായിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാവരെയും കാണാനും ട്രോളൊക്കെ വരാനും എല്ലാത്തിനെയും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്കമിങ് ടൈമിൽ ഈ ഒരു ഫാമിലിയിലേക്ക് മെമ്പർ ആവാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് പറ്റിയതിന് ഐ എം സോ ഹാപ്പി. ഇനി വരുന്ന വീഡിയോസിൽ കൂടുതൽ പരിചയപ്പെടാം. എനിവേ താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. Bye.